ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചക്കക്കുരു ഉപയോഗിച്ചിട്ട് എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്, ടുലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്തിരി ഉണങ്ങിയ ചക്കക്കുരു ആണ് എടുത്തിരിക്കുന്നത്. പച്ച ചക്കക്കുരു എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചക്കക്കുരുവിൻ്റെ സൈഡിലുള്ള ഒരു നോഡ് പോലത്തെ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ കത്രിക ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉരഞ്ഞു കൊടുക്കാം. ഇപ്പം നിങ്ങൾ ബ്ലേഡൊക്കെ യൂസ് ചെയ്യാം. ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ്. എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് തുറന്ന് കിട്ടിയത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും ബ്ലേഡ് ഉപയോഗിച്ചാലും എൻ്റെ കൈ മുറിയും, അതുകൊണ്ടാണ് ഞാൻ കത്രിക ഉപയോഗിച്ചത്. എന്നിട്ട് ഇങ്ങനെ തുറന്ന് കിട്ടും, നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ അതിങ്ങനെ ഓപ്പണായിട്ട് വന്നോളും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ നമുക്ക് കുറേ പെറ്റൽസ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതിന് ടുലിപ്പ് ഫ്ലവേഴ്സൊക്കെ അതിനൊരു ഷേപ്പ് ഉണ്ടല്ലോ, ഓവലായിട്ടുള്ള ഷേപ്പിൽ നമ്മളതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ കുറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു ഈർക്കിൽ നമ്മുടെ ഇഷ്ടമുള്ള നീട്ടത്തിൽ എടുത്തു വയ്ക്കുക. അതിന് ശേഷം ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഇത് മുഴുവൻ ഒട്ടിക്കണത്. അപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് കുറേ നേരം അത് പിടിച്ച് നിൽക്കേണ്ടി വരും അത് ഒട്ടാനായിട്ട്. അപ്പോൾ ഫെവി ബോണ്ട് ആകുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ഫെവി ബോണ്ട് നല്ലോണം ഉണങ്ങാനായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്താൽ മതി. ഫെവി ബോണ്ടോ ഫെവിക്വിക്കോ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും ഞാനിപ്പോൾ ഇങ്ങനെ രീതിയിലാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനൊരു ചെയ്യണ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ പൂക്കൾ ഉണ്ടാക്കാം. എല്ലാത്തിലും പശ തേച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടാണ് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും. ഫെവി ബോണ്ടിന് കുറച്ച് സമയം വേണം ഒട്ടാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പം നിങ്ങൾ ഒട്ടിയില്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗത്ത് ഉള്ളിലൊക്കെ ആയിട്ട് പശ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിരുന്നോളും. ലാസ്റ്റത്തെ അതും നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടാണ് പിന്നെ അതിൽ ഷേപ്പ് മാറ്റണതൊക്കെ കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഒരു 10-20 എണ്ണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഏകദേശം ഉണ്ടാക്കി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് ശേഷം ഞാൻ ഈ ഇല ഉണ്ടാക്കിയിരിക്കുന്നത് വെറുതെ ഒരു A4 ഷീറ്റിൽ ജസ്റ്റ് ലീഫിൻ്റെ മോഡലിൽ കട്ട് ചെയ്തിട്ട് ഗ്രീൻ കളറിൽ ഫാബ്രിക് പെയിൻറ്റ് അടിച്ച് കൊടുത്തേക്കാണ്. ഇനി നമ്മൾ റെഡ് കളറിൽ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ പൂ മുഴുവൻ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും ഇപ്പോൾ തക്കാളി ഉപയോഗിച്ചിട്ട് നമ്മൾ പൂക്കൾ ഉണ്ടാക്കൂലേ, തക്കാളിയുടെ തൊലി ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് പൂക്കൾ ഉണ്ടാക്കണ പോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചുവപ്പ് പെയിൻറ്റ് ഇതിന് നല്ലോണം ചേരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും, ഉള്ളിലും പുറത്തും എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ ഇലയുടെ ഭാഗത്ത് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈർക്കിളിൽ അത് ഒട്ടിക്കാൻ പോവുകയാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാം. അപ്പം ഞാൻ ഇത് ഒട്ടിച്ചതിന് ശേഷം ഉണ്ടോ മറ്റേ നമ്മുടെ ഈർക്കിളിയുടെ ഭാഗത്ത് ഗ്രീൻ കളറിൽ പെയിൻറ്റ് അടിക്കണുള്ളൂ. ഞാൻ അല്ലാതെ ഒട്ടിക്കണില്ല, ഇങ്ങനെ തന്നെയാണ് ഒട്ടിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫെവിക്രിലിൻ്റെ തന്നെ പച്ച കളറിലെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടത് മുഴുവൻ അതിൻ്റെ തണ്ട് ഭാഗം മുഴുവൻ പെയിൻറ്റ് അടിക്കണം. ആ ഈർക്കിളിയുടെ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പെയിൻറ്റ് അടിക്കണത്. അങ്ങനെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. നല്ല ഭംഗിയല്ല കാണാനായിട്ട്. നിങ്ങൾക്ക് ഒരു കളറിൽ ചെയ്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഞാൻ കുറേ മിക്സഡ് കളറാണ് കേട്ടോ ചെയ്യണത്. വേറെയും എടുത്തിട്ടുണ്ട്, അതും ഇങ്ങനെ തന്നെ ചെയ്തു. ഉണ്ടോ, കുറേ ഉണ്ട്, കുറേ ചെയ്തിട്ടുണ്ട് ഞാൻ. നീല, മഞ്ഞ, റോസ് കുറേ ചെയ്തു. അപ്പോൾ ആരും ഈ വീഡിയോ അവസാനം വരെ കാണണം. ഇത് നമുക്കിനി ഇതെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. ഇത് ഓരോന്നും എടുത്തിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബാമ്പൂവിൻ്റെ സ്റ്റാൻഡിൽ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അവിടെ ഇവിടെ ആയിട്ട്. ഇതിൽ ഏറ്റവും ഭംഗി, ഈ പൂക്കളുണ്ടാക്കിയതിൽ ഏറ്റവും ഭംഗി കാണാൻ മഞ്ഞയും റെഡും ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.